നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പം എസ് എന്തായാലും ചോദിക്കാൻ ചാൻസുള്ള 9 മാർക്കിന് ചോദിക്കാൻ ചാൻസുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മളുടെ ഈ വശം ഈ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് നോക്കാം. ആദ്യം ഹെഡിങ് വെച്ച് തന്നെ എന്താ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്വാണ്ടം പാർട്ടിക്കിൾസ്, ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺസിനെ കുറിച്ചൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇല്ല. സാധാ ഒരു ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ റിയൽ ലൈഫിൽ എന്താ ഉള്ളത്? 3 ഡയമെൻഷൻ ഉണ്ടാവും. അതിന് ഹൈറ്റ് ഉണ്ടാവും, വിഡ്ത്ത് ഉണ്ടാവും, ലെങ്ത് ഉണ്ടാവും, അല്ലേ? അപ്പം നമ്മളുടെ സാധാ കേസിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 3 ഡയമെൻഷൻ ഉണ്ടാവും. അപ്പോൾ എന്താണ് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിലുള്ള ബോക്സ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിൽ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിയൽ ലൈഫിലുള്ള നമുക്ക് എന്തെങ്കിലും ഇട്ട് കിട്ടുന്ന ആ ഒരു പെട്ടിയല്ല നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സിലുള്ള ബോക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്വാണ്ടം മെക്കാനിക്സിൽ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മഞ്ഞ കളറിൽ കാണുന്നത് ഒരു പാർട്ടിക്കിളാണ്. ആ പാർട്ടിക്കിൾ ഇരിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതായത് ഇത്രയും ആ ഒരു ഏരിയനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ബോക്സ് എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിളിനെ വെക്കുന്ന സ്ഥലം, ആ ഒരു എന്താ, ഇറ്റ്സ് ജസ്റ്റ് എ റീജിയൻ ഓഫ് സ്പേസ്. ആ ഇരിക്കുന്ന ആ ഒരു റീജിയൻ ഓഫ് സ്പേസ് നമ്മൾ പറയുന്ന പേരാണ് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇരിക്കുന്ന പാർട്ടിക്കിൾ നമ്മൾ ഈ പാർട്ടിക്കിളിനെ ഈ ബോക്സിലിട്ട പോലെ കൺസിഡർ ചെയ്യുന്നത്? അത് എവിടെയെങ്കിലും ഇന്ന സ്ഥലത്തൊരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിച്ചാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നാം. അതിന് 2 റീസൺ ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പം നമുക്കിതാ ഇതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടതെന്ന് വിചാരിച്ചോ. ഒരു ഉറുമ്പിനെ കുറിച്ച് പഠിക്കണം. ഈ ഉറുമ്പിനെ കുറിച്ച് പഠിക്കണം. ഏതോ ഒരു മരുഭൂമിയിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ഉറുമ്പ്, അതായത് ഈ കുഞ്ഞു ഉറുമ്പിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ കുഞ്ഞു ഉറുമ്പിനെ കുറിച്ച് പഠിക്കണം. ഇത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വേറെ ഒരു ഉറുമ്പും കൂടെയുണ്ട്. ആ ഉറുമ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഉറുമ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഏരിയയിൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഉറുമ്പാണ്. ഇതിൽ ഏതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് എളുപ്പം കൂടുതൽ? ഈ കുഞ്ഞ് ബോക്സിലുള്ള സാധനത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എളുപ്പം കൂടുതൽ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ കണ്ടുപിടിക്കുന്നത് ഈ ഉറുമ്പിന് എത്ര കാലുണ്ട് അല്ലെങ്കിൽ എത്ര കൊമ്പുണ്ടെന്നാന്ന് വിചാരിച്ചോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇത്രയും ഒരു സ്പേസിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എണ്ണി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇതിന് ഇത്ര കാലുണ്ട്, ഇവിടെ ഇപ്പോൾ 1 2 3 4 5 കാലുണ്ട്, 2 കൊമ്പുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി അതേ സമയത്ത് നമ്മളുടെ ആദ്യത്തെ കേസ് ഉണ്ടല്ലോ, നമ്മളുടെ വലിയ ഉറുമ്പ്, അതായത് ഈ ഉറുമ്പുണ്ടല്ലോ, ഈ ഉറുമ്പ് ഇവിടെ തന്നെ നിൽക്കണമെന്നൊന്നുമില്ല. ഇതിന് എങ്ങോട്ടെങ്കിലും വേണമെങ്കിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങോട്ടേക്ക് പോകാം, അങ്ങോട്ടേക്ക് പോകാം, വേണമെങ്കിൽ ഇങ്ങനെ നടന്നിട്ട് അപ്പുറത്തെ മല കിടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാം. അങ്ങനെ എങ്ങോട്ടെങ്കിലും വേണമെങ്കിലും പോകാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ റിസ്ക് ആണ് കമ്പയറിങ് ടു ദ ഫസ്റ്റ് കേസ്. ഒന്നാമത്തെ കേസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതൊരു പ്രത്യേക റീജിയനിലാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പേസിൽ മാത്രമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്തെടുക്കുന്നത്, പാർട്ടിക്കിളിനെ കുറിച്ച് പഠിക്കുമ്പം ഇന്ന വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്ന ഒരു കേസ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്താണ് ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, പിന്നെ എന്ത് പാർട്ടിക്കിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡെറിവേഷനാണ് കേട്ടോ. വലിയതായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ് ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ബോക്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ബോക്സിലും പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിളിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഈ ബോക്സിനും പാർട്ടിക്കിളിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ പാർട്ടിക്കിളിൻ്റെ ആദ്യത്തെ പ്രത്യേകത പറഞ്ഞുതരാം. ഈ പാർട്ടിക്കിളിനുള്ളത് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി ആയിരിക്കും. ഈ പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാത്ത കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും ഈ പാർട്ടിക്കിളിന് ഉണ്ടായിരിക്കുക. അതാണ് നമ്മളുടെ ഒരു അസംപ്ഷൻ എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാമല്ലോ. വൺ ഡയമെൻഷൻ ആണ്, അതായത് ഇങ്ങോട്ടേക്ക് മുമ്പോട്ട് മൂവ് ചെയ്യാം, പുറകോട്ട് മൂവ് ചെയ്യാം. അങ്ങനെയുള്ള മോഷൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങോട്ടും മൂവ് ചെയ്യാൻ ഈ പാർട്ടിക്കിളിന് പറ്റുള്ളൂ. കാരണം നമ്മളിവിടെ എടുക്കുന്ന വൺ ഡയമെൻഷണൽ കേസാണ്. അതായത് ഇവിടെ ആണെങ്കിൽ എക്സ് ആക്സിസിലേക്ക് മാത്രം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ എക്സ് ആക്സിസ് എടുക്കുന്നത്, അപ്പോൾ എക്സ് ആക്സിസിൽ അങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഈ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ഇൻഫിനിറ്റ് ഹൈറ്റുള്ള വാൾസ് ഉണ്ടല്ലോ, ഈ വാൾസിൽ പോയിട്ട് തട്ടുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മുട്ടുന്ന സമയത്ത് സാധാ കേസിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അതിൻ്റെ എനർജിക്ക് ഒരു ലോസ് ഉണ്ടാവും. പക്ഷേ ഈ കേസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജിക്ക് ലോസ് ഒന്നും ഉണ്ടാവില്ല. ഇലാസ്റ്റിക് ആയിട്ടുള്ള കൊളീഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഈ പാർട്ടിക്കിളിന് മുകളിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിളിന് മുകളിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിന് ഇങ്ങോട്ടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. മുകളിലേക്കും താഴത്തേക്കും അല്ല, അങ്ങനെയല്ല, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം, ഇങ്ങോട്ടേക്ക്
അപ്പോഴത്തേക്കും അതിൻ്റെ ഇഷ്ടാനുസരണം അതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മുകളിലേക്കും താഴത്തേക്കും എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാൻ പറ്റാത്തത്? കാരണം ഇതൊരു 1 ഡയമെൻഷണൽ കേസാണ് നമ്മൾ എടുക്കുന്നത്. 2 ഡയമെൻഷൻ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് കൂടെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. 3 ഡയമെൻഷൻ ആണെങ്കിൽ അതിന് ഇഷ്ടമുള്ള പോലെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ നമ്മളിവിടെ എടുക്കുന്ന എന്ത് കേസാണ്? 1 ഡയമെൻഷണൽ കേസാണ്. അപ്പോൾ ഇതിന് ഈ എക്സ് ആക്സിസിൽ ഒന്നില്ലെങ്കിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ മൂവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇനി ഈ ബോക്സിൻ്റെ ഈ ഫിഗറാണ് ഇങ്ങോട്ടേക്ക് വരച്ചിരിക്കുന്നത്. ഈ ബോക്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇതാ ഇവിടെ 0-ൽ തുടങ്ങി എ വരെ എത്തി. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? എ ആണ് ഈ ബോക്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ബോക്സിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ബോക്സിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും V is equal to 0 ആയിരിക്കും. ബോക്സിൻ്റെ പുറത്തുള്ള പ്രത്യേകത എന്താ? ബോക്സിൻ്റെ പുറത്ത്, അതായത് ഈ ഇൻഫിനിറ്റി വാളിൻ്റെ പുറത്തുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. V is equal to ഇൻഫിനിറ്റി ആയിരിക്കും ഔട്ട്സൈഡ് ദ ബോക്സ്. ഇൻസൈഡ് ദ ബോക്സ് ആണെങ്കിൽ എന്തായിരിക്കും? V is equal to 0 ആയിരിക്കും. ഇതാണ് നമുക്ക് നോക്കാനുള്ള കുറച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ കേസ് മനസ്സിലായല്ലോ. ബോക്സിൻ്റെ ഉള്ളിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതെന്തുകൊണ്ടാണ് 0 എന്ന് പറയുന്നത്? കാരണം ഈ പാർട്ടിക്കിളിൽ എക്സ്റ്റേണൽ ആയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ F is equal to 0 ആണ്. നിങ്ങൾ +2-ൽ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ ഈ V എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. F 0 ആണെങ്കിൽ V എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ ഇൻസൈഡ് ദ ബോക്സിൽ V എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇവിടെ ഔട്ട്സൈഡ് ദ ബോക്സ് ആണെങ്കിൽ V എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വാൾസ് ഉണ്ടല്ലോ, അതായത് ഇൻഫിനിറ്റി ആയിട്ടുള്ള ഈ 2 വാൾസ് ഉണ്ടല്ലോ, അതിന് കുറച്ച് പ്രത്യേകതയുണ്ട്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? റിജിഡ് ആയിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും. പിന്നെ വാൾസ് എന്ന് പറയുന്നത്, ഈ ബോക്സിൻ്റെ വാൾസ് എന്ന് പറയുന്നത് നോൺ പെനട്രബിൾ ആയിരിക്കും. അതായത് ഇതിനെ തുളച്ചിട്ട്, ഇവിടെ ഇരിക്കുന്ന ഈ പാർട്ടിക്കിളിന് ഇതിനെ തുളച്ചിട്ട് ഇപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത്രയും പ്രത്യേകതകൾ ഈ വാൾസിനുണ്ട്. അത്രയും കാര്യം നോക്കിയല്ലോ. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എഴുതേണ്ട സാധനമാണ് പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ. പൊട്ടൻഷ്യൽ എനർജീനെ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് V of x വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ നമുക്ക് ആദ്യം എഴുതണം. പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയേ, V of x എന്ന് പറയുന്നത് 0 ആയിരിക്കും. എവിടെ മുതൽ എവിടെ വരെ? ഇത് നോക്കിയാൽ നമ്മൾ ഫിഗർ നോക്കാം. ഫിഗറിന്ന് എടുത്ത് എഴുതിയ കാര്യമേ താഴെയുള്ളൂ. V of x എന്ന് പറയുന്നത് 0 ആയിരിക്കും. V of x എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എവിടെ മുതൽ എവിടം വരെ? x is equal to 0-നേക്കാളും കൂടുതലാവുന്ന സമയത്ത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ ഈ ആക്സിസ് പോകുന്നത്, ഇങ്ങോട്ടേക്കല്ലേ പോകുന്നത്. ഇങ്ങോട്ടേക്ക് പോകുന്തോറും വാല്യൂ എന്താ ചെയ്യുക? കൂടി വരിക. ഇപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ, ഇതിപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1, 2, 3, 4, 5, 6 അങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്തോറും എന്താ വരുന്നത്? കൂടിയാണ് വരുന്നത്. ഇനി ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്തോറും എന്തായിരിക്കും സംഭവിക്കുക? വാല്യൂ കുറഞ്ഞായിരിക്കും വരിക. നമ്മൾ സാധാ നമ്പർ ലൈൻ ഇതില്ലേ, അതേപോലെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ V is equal to 0 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എവിടെയായിരിക്കും? x എന്ന് പറയുന്ന ആക്സിസ് ആണ് കേട്ടോ. അപ്പോൾ x is equal to 0-നേക്കാൾ കൂടുതലാവുമ്പോൾ, 0-നേക്കാൾ കൂടുതലാവുമെന്ന് പറയുമ്പോൾ ഈ പോയിന്റ് മുതൽ ഇങ്ങോട്ടേക്കാവുമ്പോഴും, പിന്നെ x is equal to a-നേക്കാൾ കുറവായിരിക്കുമ്പോൾ, x is equal to a എന്ന് പറയുന്നത് a-നേക്കാൾ കുറവെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാവുമ്പോഴും, അപ്പോൾ ഈ ഒരു ഏരിയയിൽ x is equal to 0-നേക്കാൾ കൂടുതലാവുന്ന റീജിയനിലും x is equal to a-നേക്കാൾ കുറവാവുന്ന സമയത്തുമാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V of x is equal to 0, അതായത് പൊട്ടൻഷ്യൽ is equal to 0. എപ്പോൾ? 0 ലെസ് ദാൻ x ലെസ് ദാൻ a, അതായത് ഈ പോയിന്റിനും ഇടയ്ക്ക്. അതാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് 0 ലെസ് ദാൻ x ലെസ് ദാൻ a. x എന്ന് പറയുന്നത് എന്തിൻ്റെ ഇടയ്ക്കായിരിക്കും? ഈ 0-ക്കും a-ക്കും ഇടയ്ക്കായിരിക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ, അവിടെ ആ പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ നമുക്ക്? അല്ല, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലും കൂടെ ഉണ്ട്. 2 പൊട്ടൻഷ്യലാണ്. ഒന്നെന്ന് പറയുന്നത് ഇൻസൈഡിലാണെങ്കിൽ 0 ആയിരിക്കും, ഔട്ട്സൈഡിലാണെങ്കിൽ ഇൻഫിനിറ്റ് ആയിരിക്കും. ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ എപ്പോഴൊക്കെയുള്ളത്? ഒന്നെന്ന് പറയുന്നത് x ലെസ് ദാൻ 0 ആവുന്ന സമയത്ത്, x 0-നേക്കാൾ കുറവാവുന്ന സമയത്ത്, അതായത് ഈ വശത്ത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എപ്പോഴായിരിക്കും? x എന്ന് പറയുന്നത് a-നേക്കാൾ കൂടുതലാവുന്ന സമയത്ത്. ഇങ്ങോട്ടേക്ക് പോകുന്നതോറും കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ x ഗ്രേറ്റർ ദാൻ a ആവുന്ന സമയത്തും x ലെസ് ദാൻ 0 ആവുന്ന സമയത്തും പൊട്ടൻഷ്യൽ എന്താണ്? ഇൻഫിനിറ്റ് ആണ്. അതാണ് നമ്മളുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. V of x is equal to ഇൻഫിനിറ്റ് ആയിരിക്കും. എപ്പം? x ലെസ് ദാൻ 0-യും x ഗ്രേറ്റർ ദാൻ a-യും ആവുന്ന സമയത്ത്. ഇതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മളിപ്പം ഷ്രോഡിഞ്ചർ ഇക്വേഷനൊക്കെ ഡെറൈവ് ചെയ്ത് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഏത് ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷനാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? നമുക്ക് ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ ഉപയോഗിക്കാമായിരുന്നല്ലോ. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ബോക്സിലിരിക്കുന്ന ഈ പാർട്ടിക്കിളില്ലേ, ഈ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ മൂവ് ചെയ്യുന്നത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ടൈം
ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഈ പാർട്ടിക്കിളിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഏത് ഫോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ വൺ ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ്റെ വേവ് ഇക്വേഷൻ്റെ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് എന്താ? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ വൺ ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇ എന്ന് പറയുന്നത് എന്താണ്? എനർജിയാണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി വി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. വി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യലാണ്. സൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വേവ് ഫംഗ്ഷൻ ആണ്. എം എന്ന് പറയുന്ന മാസാണ്. എച്ച് കെട്ട് എന്ന് പറയുന്നത് h/2π ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി സൈ എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനമാണ് സൈ എന്ന് പറയുന്നത്. വേവ് ഫംഗ്ഷൻ എന്താണെന്ന് ഓർമ്മയില്ലേ? അതായത് മൂവ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വേവ് ഉണ്ടാവും. അതിനെ നമ്മൾ മാറ്റർ വേവ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ് എന്ന് പറയും. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് നമ്മളുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സൈ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എടുക്കുക. പൊട്ടൻഷ്യലുള്ള 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അതായത് 0യ്ക്കും എയ്ക്കും ഇടയ്ക്കാവുന്ന സമയത്ത്, അതായത് ബോക്സിൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. അതറിയാലോ? ആ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ മാറും? ഈ ഇക്വേഷനിലുള്ള വി എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ വിക്ക് പകരം എന്തിട്ട് കൊടുക്കുക? 0 എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ അതേപോലെ വന്നു, പ്ലസ് അതേപോലെ വന്നു 2m ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ അതേപോലെ വന്നു. വി എന്ന് പറയുന്ന 0 ആയി പോയി, അപ്പോൾ അത് പോയി. -0 വരും, അപ്പോൾ അത് പോയി. ബാക്കി ഇ ഉണ്ട്, സൈ ഉണ്ട്, അതേപോലെ വന്നു, ഈക്വൽ ടു 0 എന്ന് വന്നു. ഇവിടെ ഒരു ടേം ഉണ്ടല്ലോ, 2m ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ എന്ന് പറയുന്നതിനെ നമ്മൾ കെ സ്ക്വയർ എന്നെടുക്കുന്നു. കെ എന്ന് പറയുന്നത് വേവ് നമ്പർ ആണ് കേട്ടോ. അപ്പോൾ കെ സ്ക്വയർ എന്നാണ് നമ്മൾ ഇത്രയും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇത്രയും ടൈമിന് എടുക്കുന്നത്. 2 എന്ന് പറയുന്ന ഒരു നമ്പറാണ്, അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. എം എന്ന് പറയുന്ന മാസാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് ക്വാണ്ടം പാർട്ടിക്കിളാണോ എടുക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. എച്ച് കട്ടിന് ഒരു വാല്യൂ ഉണ്ട്, അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്. ഈ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, പാർട്ടിക്കിൾ മൂവ് ചെയ്യും. പിന്നെ ആ പാർട്ടിക്കിൾ എങ്ങനെ മൂവ് ചെയ്താലും എങ്ങനെ കൊളീഷനൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ എനർജിക്ക് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ എനർജി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഈ വട്ടത്തിൽ കിടക്കുന്ന ഇത്രയും സാധനം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? കെ സ്ക്വയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ബാക്കി ഇവിടെ എന്താണല്ലേ? സൈ അതേപോലെ വന്നു, ഈക്വൽ ടു എന്തുണ്ട്? 0 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്തിനാണ് ഇവിടെ ഇത്രയും ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈമിന് കെ സ്ക്വയർ എന്ന് കൊടുത്തതെന്ന് നോക്കാം. നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിൽ കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് നമ്പറാണ്. കെൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2π/λ ആണ്. ലാംഡ നമുക്കറിയാം ഡി ബ്രോഗ്ലി ഇക്വേഷൻ അനുസരിച്ചിട്ട് h/p ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു h/p ആണ്. അപ്പോൾ ഈ ലാംഡയ്ക്ക് പകരം എന്ത് കൊടുക്കാം? h/p എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറി? ഇക്വേഷൻ എന്ന് പറയുന്നത് 2π/h/p എന്ന് കിട്ടി. ഇനി എന്തെങ്കിലും ഒരു സാധനത്തിനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുക വെച്ചാൽ ഇതിനെ നേരെ തിരിച്ചിടുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ നേരെ തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? p/h കിട്ടും. അപ്പം 2π × p/h എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു h ഉണ്ടല്ലോ, 2π/h ആണുള്ളത്. 2π/hനെ നമുക്ക് താഴത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? h ഡിവൈഡഡ് ബൈ 2π എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി മൊമെൻറ്റത്തിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പിക്ക് പകരം, പി എന്ന് പറയുന്ന മൊമെൻ്റ് ആണല്ലോ, അതും എനർജിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതിനെങ്ങനെ എഴുതാം? p is equal to √2m എന്ന് എഴുതാം. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്കറിയാം എനർജി is equal to കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12mv² ആണ്. ഇതിൻ്റെ മുകളിലും താഴെ നമ്മളൊരു m വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 12 × m × m വരുമ്പോൾ m², v² ഡിവൈഡഡ് ബൈ താഴെ ഒരു m വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഡിവൈഡഡ് ബൈ m. ഇവിടെ ഹാഫ് അതേപോലെ വന്നു. ഈ m² v² പകരം നമുക്ക് ഇങ്ങനെ എന്ത് എഴുതാം? p² എന്ന് എഴുതാം. കാരണം p എന്ന് പറയുന്നത് എന്നതാ? mv. p എന്ന് പറയുന്നത് mv ആണ്. ഇവിടെ എന്താ ഉള്ളത്? m² v². അതെന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? p² ആയിരിക്കും. അപ്പോൾ 12p²/m എന്ന് കിട്ടി. അപ്പോൾ e is equal to 12p²/m എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും? p കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ, p² കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ p² എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? 2me ആയിട്ട് കിട്ടി. അപ്പോൾ p കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ സ്ക്വയറിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തുക. അപ്പോൾ എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് കിട്ടും. അപ്പോൾ p is equal to സ്ക്വയർ റൂട്ട് ഓഫ് 2me. ആ p എന്ന് പറയുന്ന വാല്യൂ ഇതാ ഇവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തു. ഈ പിക്ക് പകരം നമുക്കിവിടെ കിട്ടിയിട്ടുള്ള പിൻ്റെ വാല്യൂ കൊണ്ടിട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കിട്ടി. h/2π എന്ന് പറയുന്നത് എന്നതാണ്? h കട്ട്. ഇനി ബാക്കിയുള്ള സാധനം അതേപോലെ എഴുതി. ഇതേ സാധനമാണ് എന്തെന്ന് പറയുന്നത്? കെ എന്ന് പറയുന്നത്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്? കെ സ്ക്വയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കിട്ടിയ സാധനത്തിനൊന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്ത് നോക്കിക്കേ. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്വയറും ഇവിടെ മുകളിലൊരു സ്ക്വയർ വന്നിട്ടുണ്ട്, അതും കട്ടായി പോകും. അപ്പോൾ ഇവിടെ 2m എന്ന് വരും, ഡിവൈഡഡ് ബൈ h കട്ട് സ്ക്വയർ. അപ്പോൾ അതേ സാധനമല്ലേ ഇവിടെയും കിടക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈംസിന്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇത്രയും ടൈംസിന് k² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. ഇതൊന്നും എഴുതണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നേരെ പോയിക്കോ. ഞാനിപ്പം
എന്തുകൊണ്ട് നമ്മൾ കെ സ്ക്വയർ കൊടുത്തു എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ 2m ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ ഇത്രയും ടൈമിന് പകരം കെ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കി സൈ എന്ന് പറയുന്നത് അതേപോലെ വന്നു, ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അതേപോലെ വന്നു. അപ്പോൾ കെ സ്ക്വയറിന് ഇപ്പോൾ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്? 2m ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു ഇ, അതിന് കെ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതിൽ നിന്ന് കെ കണ്ടുപിടിക്കാമല്ലോ. കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2me ഡിവൈഡഡ് ബൈ എച്ച് കട്ട് സ്ക്വയറിന് കിട്ടും ഈക്വൽ ടു. ഇനി ഇവിടെ ഒരു എച്ച് കട്ട് സ്ക്വയറും ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ റൂട്ടും ഉണ്ട്, രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. അപ്പം എച്ച് കട്ട് മാത്രമായി. ബാക്കി എന്താണല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 2me എന്ന് കിട്ടും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2me ഡിവൈഡഡ് ബൈ എച്ച് കട്ട് എന്ന് എഴുതി. അതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഇക്വേഷൻ നമ്പർ 2 നോക്കുക. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ കാണുന്നത് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന് ജനറൽ ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനാണ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് പറയുന്നത്. ഇതൊരു ജനറൽ ഫോമാണ്. അപ്പോൾ ഇതിനൊരു ജനറൽ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. ഇതിൽ എയും ബി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസ് ആണ്, ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള എയും പിയും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയും. ബൗണ്ടറി കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ബോക്സിൻ്റെ കേസിൽ എന്താ നമ്മൾ ബൗണ്ടറി ആയിട്ട് എടുത്തിട്ടുള്ളത്? ഈ വാളും ഈ നമ്മളുടെ പാർട്ടിക്കിൾ എന്തിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്? ഈ ബോക്സിൻ്റെ ഉള്ളിൽ, അതായത് ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളുടെ രണ്ട് വാൾസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസിലും ഒന്നെന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ ആവുന്ന കേസിലും. നമ്മൾ പറഞ്ഞു ഈ വാൾസ് എന്ന് പറയുന്നത് പെനട്രേറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് വിടുന്ന തരത്തിലുള്ള വാളല്ല, റിജിഡ് ആയിട്ടുള്ള വാളാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്തേ നടക്കുള്ളൂ? ഈ ബോക്സിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് മാത്രമേ നടക്കുള്ളൂ. അല്ലാണ്ട് ഈ എന്താ പറയുക, ഈ ഭിത്തിൻ്റെ ഉള്ളിൽ കാണാനോ ഇപ്പുറത്ത് കാണാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലും എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിലും നമ്മളുടെ പാർട്ടിക്കിൾ ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വേവ് ഉണ്ടാവും. ആ വേവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേവ് ഫംഗ്ഷൻ സൈ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിളേ ഉണ്ടാവില്ലെങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ ഉണ്ടാവുമോ? പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഈ ബൗണ്ടറിയിൽ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 0യിലും എക്സ് ഇസ് ഈക്വൽ ടു എയിലും വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 0ക്ക് ഈക്വൽ ആയിരിക്കും. കാരണം ഇവിടെയും പാർട്ടിക്കിൾ കാണൂല, ഇവിടെയും പാർട്ടിക്കിൾ കാണൂല. അപ്പം ഈ രണ്ട് പോയിന്റിലും, രണ്ട് ബൗണ്ടറിയിലും സൈ എന്ന് പറയുന്നതായിരിക്കും. ഇവിടെയും സൈ ഇസ് ഈക്വൽ ടു 0, ഇവിടെയും സൈ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ബൗണ്ടറി ഉണ്ട്. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു 0, ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു എ. രണ്ട് ബൗണ്ടറിയിലും എന്തായിരിക്കും? സൈ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ? കാരണം പാർട്ടിക്കിൾ എവിടെയേ ഉള്ളൂ? ഇതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? വേവ് ഫംഗ്ഷൻ കിട്ടുള്ളൂ. അവിടെ എന്തുണ്ടാവുള്ളൂ? വേവ് ഉണ്ടാവുള്ളൂ. ഇവിടെ പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ. പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വേവ് ഉണ്ടാവുള്ളൂ. ആ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സൈ എന്ന് പറയുന്ന ഒരു സാധനം, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേവ് ഫംഗ്ഷൻ എന്തിൻ്റെ ഉള്ളിൽ കാണുള്ളൂ? ഇതിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. ഇവിടെ വേവ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സൈ ഇസ് ഈക്വൽ ടു 0, ഇവിടെയും സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം ഇതാണ് നമ്മളുടെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ ഇവിടം വരെ കിട്ടി. എയും ബിയും ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എയും ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ഇനി ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിക്കുക. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ വേവ് ഉണ്ടോ? ഇല്ല. അപ്പോൾ സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതാണ് ആദ്യം എഴുതിയിട്ടുള്ള സാധനം. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ 4ൽ എക്സിന് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. അപ്പം എ സൈൻ K0 പ്ലസ് ബി കോസ് K0 എന്ന് കിട്ടും. അതായത് എ സൈൻ 0 പ്ലസ് ബി കോസ് 0 എന്ന് കിട്ടും. സൈൻ 0 എന്താണ്? 0 പ്ലസ് കോസ് 0 എന്ന് പറയുന്നത് എത്രയാണ്? 1. അപ്പം ബി ഇൻറ്റു 1 എന്ന് പറയുന്നത് ബി. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ സൈ ഓഫ് എക്സ് എന്താവുന്നത്? 0. അപ്പോൾ ഈ സൈ ഓഫ് എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയി, ഈക്വൽ ടു സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്, അത് അതേപോലെ വന്നു. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി എന്ന് വന്നു. അതിൽ നിന്ന് നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടി? ബീൻ്റെ വാല്യൂ കിട്ടി. ബി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 നടത്തും. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷൻ നമ്പർ 5, അതായത് ബി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഈ ടേം മൊത്തം അങ്ങ് പോകും.
ബി എന്ന് പറയുന്നത് 0 ആണല്ലോ. ഇപ്പോൾ ബിക്ക് പകരം ഇവിടെ 0 ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും ഒരു സാധനത്തിന് 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 0 തന്നെ. അപ്പോൾ ഈ ടൈം മൊത്തം പോകും. ബാക്കി എന്തേ ഉള്ളൂ? സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സിനേ ഉള്ളൂ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള നമ്മളുടെ 6ാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി 1ാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഉപയോഗിച്ചു. 2ാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിക്കുക. 2ാമത്തെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1ാമത്തെ ബൗണ്ടറി എക്സ് ഇസ് ഈക്വൽ ടു 0. 2ാമത്തെ ബൗണ്ടറി എന്താ? എക്സ് ഇസ് ഈക്വൽ ടു എ. അവിടെ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? 0 എന്ന് പറഞ്ഞു. അതാണ് നമ്മളെ 2ാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ 2ാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിക്കുന്നു. അതായത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ, സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയി. അപ്പോൾ 0, ഈ സൈ ഓഫ് എക്സിന് പകരം 0 കൊടുത്തു, ഈക്വൽ ടു. ഇനി എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എ സൈൻ കെ, എക്സിന് പകരം എന്ന് കൊടുത്തു. അപ്പം എ സൈൻ കെ എന്ന് കിട്ടും. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു എ സൈൻ കെ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ 2 ടേം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എ ഇൻറ്റു രണ്ടാമത്തതെന്ന് പറയുന്നത് സൈൻ കെ എ. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒന്നില്ലെങ്കിൽ എ എന്ന് പറയുന്ന സാധനം 0 ആണ്, അല്ലെങ്കിൽ സൈൻ കെ എ എന്ന് പറയുന്നത് 0 ആണ്. ഒന്നിലെ എ 0 ആയിരിക്കണം, അല്ലെ സൈൻ കെ എ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എന്നാലല്ലേ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 0 കിട്ടുള്ളൂ. അല്ലെങ്കിൽ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, രണ്ടും 0 ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പുറത്തെ സാധനം എന്ന് പറയുന്നത് 0 ആവും. ഒന്നില്ലെങ്കിൽ മിനിമം എ 0 ആവണം, അല്ലെങ്കിൽ സൈൻ കെ എ എന്ന് പറയുന്നത് 0 ആവണം. എന്നാലേ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടത്തുള്ളൂ? 0 കിട്ടത്തുള്ളൂ. അതായത് 2 × 1 എന്ന് പറയുന്നത് എത്രയാ? 2. 2 × 0 എന്ന് പറയുന്നത് എത്രയാ? 0. 3 × 0 എന്ന് പറയുന്നത് എത്രയാ? 0. അപ്പം എന്തെങ്കിലും ഒരു ടൈം 0 ആയിട്ടുണ്ടെങ്കിൽ അല്ലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ 0 കിട്ടത്തുള്ളൂ. 0 അല്ലാത്ത വേറെ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വാല്യൂ അല്ലേ കിട്ടുക. അപ്പം ഇവിടെ ഒന്നില്ലെങ്കിൽ എ എന്ന് പറയുന്നത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ സൈൻ കെ എ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇവിടെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എ എന്ന് പറയുന്നത് 0 ആവുമോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. എ എന്ന് പറയുന്നത് 0 ആയി എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണല്ലോ. ഈ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ എക്ക് പകരം 0 ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായി? 0 ആയി. സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഒരു വേവ് ഫംഗ്ഷൻ ഇല്ല. അതായത് അവിടെ ഒരു അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വേവ് ഇല്ല, അതായത് അവിടെ ഒരു പാർട്ടിക്കിൾ ഇല്ല എന്നുള്ളൊരു അർത്ഥമാവും. പക്ഷെ അങ്ങനെയാണോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? അല്ല. നമ്മളിപ്പോൾ തുടങ്ങിയത് അങ്ങനെയാണോ? അല്ല. നമ്മളുടെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തായാലും പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മൂവ് ചെയ്യുന്നുണ്ടാവും. അത് മൂവ് ചെയ്യുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഒരു വേവ് ഉണ്ടാവും. ആ വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് അവിടെ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. പക്ഷെ ഇപ്പം നമ്മൾ എ ഈസ് ഈക്വൽ ടു 0 എന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ 0 ആയി പോകും. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ എന്തായിരിക്കും? പൊട്ടത്തരായി പോകും. അപ്പം എന്തായാലും എ എന്ന് പറയുന്നത് എന്താവില്ല? 0 ആവില്ല. അത് നമുക്ക് മനസ്സിലായി. പിന്നെ 0 ആവാൻ വേണ്ടിയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? സൈൻ കെ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിനി എന്ത് മനസ്സിലാക്കാം? സൈൻ കെ എ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി സൈൻ കെ എ എന്ന് പറയുന്നത് 0 ആവുന്നത് ഏതൊക്കെ വാല്യൂലായിരിക്കും? 0-യിലാവും, +or-πയിലാവും, +or-2πയിലാവും, +or-3πയിലാവും, അങ്ങനെ എക്സെട്ര പോവും. പക്ഷെ നമ്മൾ ജനറലായിട്ട് ഇവിടെ 0യും എടുക്കുന്നില്ല, മൈനസ് ടേംസും എടുക്കുന്നില്ല, പ്ലസ് ടേംസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു nπ എന്നുള്ള വാല്യൂ ആണ് നമ്മൾ ജനറലായിട്ട് എടുക്കുന്നത്. അപ്പം സൈൻ nπ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പം സൈൻ കെ എ എന്ന് പറയുന്നത് എന്തായിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് മൊത്തം 0 ആവും. കെ എ എന്ന് പറയുന്നത് nπ ആയ ഈ സാധനം എന്ന് പറയുന്നത് മൊത്തം 0 ആവും. അപ്പോൾ കെ എ ഈസ് ഈക്വൽ ടു nπ എന്ന് എഴുതി. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. 1, 2, 3 അങ്ങനെ പറഞ്ഞിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. എക്സെട്ര അങ്ങനെ പോകും. ഇനി കെ എ എന്ന് പറയുന്നത് nπ ആണ്. അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എനെ നേരെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മതിയല്ലോ. എ എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. എ എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. ആ നേരെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? കെ ഈസ് ഈക്വൽ ടു nπ/a എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ 7ാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാ നമ്മളുടെ 3ാമത്തെ ഇക്വേഷൻ. കെ ഈസ് ഈക്വൽ ടു √2me ഡിവൈഡഡ് ബൈ h എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കെ ആണുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചപ്പോൾ ഇവിടെയും കെ ആണുള്ളത്. രണ്ടും കെ അല്ലേ? അപ്പോൾ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്തൂടെ, അല്ലെ ഇക്വേറ്റ് ചെയ്തൂടെ? അപ്പോൾ എന്ത് കിട്ടും? nπa ഇസ് ഈക്വൽ ടു മുകളിൽ കിട്ടിയ സാധനം എന്നതാ? √2me ഡിവൈഡഡ് ബൈ h. √2me ഡിവൈഡഡ് ബൈ h. ഇതിൽ നിന്ന് നമുക്ക് ഇ കണ്ടുപിടിക്കാമല്ലോ. ഇ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് ഉണ്ട്. അപ്പോൾ സ്ക്വയർ റൂട്ടിനെ കളയാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ്റെ 2 സൈഡും സ്ക്വയർ ചെയ്യുക. അപ്പോൾ 2 സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ സൈഡ് സ്ക്വയർ ചെയ്യുക. അപ്പം n² ഡിവൈഡഡ് ബൈ a² എന്ന് കിട്ടും. ഈക്വൽ ടു ഈ സ്ക്വയർ റൂട്ടിൻ്റെ ടൈമിനെ സ്ക്വയർ ചെയ്യുക. അപ്പം സ്ക്വയറും സ്ക്വയർ റൂട്ടും കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തേ ഉള്ളൂ? 2me അതേപോലെ വന്നു. ഡിവൈഡഡ് ബൈ ഈ ടൈമിനെ മൊത്തത്തിലാണല്ലോ സ്ക്വയർ ചെയ്തത്. അപ്പോൾ ഒരു h സ്ക്വയർ ഉണ്ടാവും. ആ h സ്ക്വയർ അതിൽ നിന്നു. ഇനി ഇവിടെ ഈനെ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇത്രയും കിടക്കുന്ന സാധനത്തിന് നേരെ ഇക്വേഷൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു n² π² h² ഡിവൈഡഡ് ബൈ 2ma² എന്ന് കിട്ടും. ഇനി 2ma² എന്ന് കിട്ടും.
ഇപ്പോൾ ഇ എന്ന് പറയുന്ന ടേമാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് n = 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പം ഈ എന്നിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതും കൊണ്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻ്റെ താഴെയായിട്ട് ഒരു n എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതാണ് ഈ n എന്ന് എഴുതിയത്. ഓരോ എനർജി ലെവലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ n മാറും തോറും ഓരോ എനർജി ലെവൽ മാറുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ഒരു n എന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതേ ഇവിടെ നടന്നിട്ടുള്ളൂ. അപ്പോൾ En = n² π² h² / 2ma² എന്ന് കിട്ടി. ഇനി എനർജി ഏഗൻ വാല്യൂസും 0 പോയിന്റ് എനർജിയും നമുക്ക് നോക്കാം. 0 പോയിന്റ് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഈ ഇക്വേഷനിൽ എന്നിന് പകരം 1 എന്നിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതാണ് നമ്മളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി അല്ലെങ്കിൽ 0 പോയിന്റ് എനർജി എന്ന് പറയാം. ഈ ഇക്വേഷനിൽ എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? 1² എന്ന് കിട്ടും. 1² എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 തന്നെ. 1നെ എന്തെങ്കിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? അതേ സാധനം തന്നെ കിട്ടും. ബാക്കി എന്തുള്ളത്? π² h² 2ma² / 2ma². അത് അതേപോലെ വന്നു. ഇനി ഇക്വേഷനിൽ എന്നിന് പകരം 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. അപ്പോൾ എന്ത് വരും? n = 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2² അതായത് 4, ബാക്കിയുള്ള സാധനമല്ല, അതേപോലെ വന്നു. ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ 4 അങ്ങ് മറിച്ച് പിടിക്കുക. ബാക്കിയുള്ള കിടക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ കിടക്കുന്ന ഈ വണ്ണിൻ്റെ അതേ സാധനം തന്നെയല്ലേ? π² h² / 2ma². അപ്പം ഈ 4 വെച്ച് ബാക്കിയുള്ള ഇത്രയും ടേം എന്ന് പറയുന്നത് എന്നതാണ്? ഈ വണ്ണ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? E2 = 4 × ഇത്രയും ടൈമിന് പകരം ഈ വൺ എന്ന് എഴുതാം, 4e1. ഇനി n = 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? E3 കിട്ടും. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിന് മുകളിലുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ് നമുക്ക് കിട്ടും. ഗ്രൗണ്ട് സ്റ്റേറ്റിന് മുകളിലുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ് നമുക്ക് കിട്ടും. അതെന്ന് പറയുന്നതാണ് E3, which is equal to 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 3 എന്ന് കൊടുക്കുന്നു. 3 കൊടുക്കുമ്പോൾ 3² എന്ന് പറയുന്നത് എത്രയാണ്? 9. π² ബാക്കിയുള്ളതല്ല അതേപോലെ വരും. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എന്താ? E1. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? E3 = 9e1 എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ എന്നിന് ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കുമ്പോൾ എനർജീൻ്റെ ഫംഗ്ഷൻ, എനർജി ഫംഗ്ഷനും എനർജി ഏഗൻ വാല്യൂസും എഴുതണം. ഇനി ഇതിന് ബാക്കിയായിട്ട് ഒരു ചെറിയൊരു ഭാഗം കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് നമ്മളുടെ ഏഗൻ ഫങ്ഷൻസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? എനർജി ഏഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഏഗൻ ഫങ്ഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഏഗൻ വാല്യൂസും ഏഗൻ ഫങ്ഷൻസും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം വേവ് ഫങ്ഷൻസിനെ കുറിച്ച് പഠിച്ച സമയത്ത് തന്നെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. വായിച്ചു നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി നമ്മൾ പഠിച്ച സമയത്ത് തുടങ്ങുന്ന സമയത്ത് വേവ് ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ നോർമലൈസേഷൻ കണ്ടീഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഒരു വേവ് ഫംഗ്ഷൻ്റെ കേസിലാണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ψx² ആയിരിക്കും. ψxൻ്റെ മോഡ് സ്ക്വയർ, ψxൻ്റെ സ്ക്വയർ ആയിരിക്കും എന്നുള്ള കേസൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാപ്റ്ററിൻ്റെ തുടങ്ങുന്ന സമയത്ത്. അപ്പം നോർമലൈസേഷൻ കണ്ടീഷൻ എന്താണെന്നറിയാം. നിങ്ങൾ പഠിച്ച സമയത്ത് ഇങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇൻ്റഗ്രൽ -∞ to ∞ ψ² of x = 1 അങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ എന്ത് എഴുതിയത്? 0 to a എന്നാണ് എഴുതിയത്. നമ്മൾ നേരത്തെ കേസ് എന്ന് പറയുന്നത് ഏതോ മൊത്തത്തിലുള്ള ഒരു റീജിയൻ ആയിരുന്നു എടുത്തത്. പക്ഷെ നമ്മളുടെ പാർട്ടിക്കിൾ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത് നമുക്കറിയാലോ. എവിടെ മുതൽ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ മുതൽ ഇവിടം വരെയാണ് കിടക്കുന്നത്. 0 to a വരെയാണ് നമ്മളെ പാർട്ടിക്കിൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എന്താണെന്ന് കൊടുക്കാം? ഇൻ്റഗ്രൽ 0 to a വരെയാണ് കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to a ψ* of x × ψ of x dx = 1. ഇതെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമ്മൾ ഈ ഉറുമ്പിൻ്റെ കേസ്, നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞ ഈ ഉറുമ്പിൻ്റെ കേസാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഉറുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ള ചാൻസ് എന്ന് പറയുന്നത്, ഈ ഉറുമ്പ് എന്തായാലും ഈ ബോക്സിൻ്റെ ഉള്ളിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ഉറുമ്പിനെ ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1. കാരണം ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ ഉറുമ്പ് കിടക്കുന്നത്. ഈ ഉറുമ്പ് എന്തായാലും ഈ പുറത്തുള്ള ഈ ഒരു ഏരിയയിലൊന്നും അല്ലല്ലോ, ഈ കൊച്ചിൻ്റെ അടുത്തോ ഇവിടെയൊന്നും അല്ലല്ലോ ഉള്ളത്. അല്ല. അപ്പോൾ ഈ ഉറുമ്പിനെ പുറത്ത് കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 0. അപ്പോൾ പുറത്ത് കാണാനുള്ള 0, അകത്ത് കാണാനുള്ള 1. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെയുള്ള 0 + 1. അപ്പോൾ which is equal to എത്ര കിട്ടി? 1 എന്ന് കിട്ടി. 0 + 1 = 1 എന്ന് കിട്ടി. അപ്പോൾ ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1. അതായിരുന്നു നമ്മളുടെ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മളെ നോർമലൈസേഷൻ കണ്ടീഷൻ അതേപോലെ എഴുതി. നമ്മളിപ്പോൾ ഓൾറെഡി വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളുടെ എന്താണ് ബൗണ്ടറി കണ്ടീഷൻ എല്ലാം കൊടുത്ത് നമുക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടി. ദാറ്റ് ഈസ് ψ of x = a sin kx എന്ന് കിട്ടി. ഇവിടെ ψ of x എന്താ നമുക്കറിയാം, നമ്മളുടെ വേവ് ഫംഗ്ഷൻ. ഈ ψ* of x എന്ന് പറയുന്നത് എന്താ സാധനം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല. ψ* എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എ വേവ് ഫംഗ്ഷൻ. ഇപ്പോൾ ψ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ അതിന് പറയുന്ന പേരാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എ
വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം സൈ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അധികം ഡീപ്പായി പോകണ്ട, പക്ഷേ എന്നാലും എന്താണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. സൈ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ജി പ്ലസ് ഐ എം ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഏതൊരു ഫംഗ്ഷൻ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഐ എന്ന് പറയുന്നത് എന്താവും? മൈനസ് ആവും. ഇനി ഐ എന്ന് പറയുന്നത് പ്ലസ് ആയത് മൈനസ് ആവും. ഇവിടെ ഇനി മൈനസ് ആയിരുന്നെങ്കിൽ അതെന്താവും? പ്ലസ് ആവും. അത്രയും മാറ്റാണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ സംഭവിക്കുക. എന്ത് സാധനമാണോ, എന്ത് ഫംഗ്ഷനാണ് കിട്ടിയാൽ നോക്കുക, അതിൽ ഐ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടോ നോക്കുക, ഐൻ്റെ മുമ്പിലുള്ള സൈൻ ഏതാ നോക്കുക. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരിക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സൈ ഇസ് ഈക്വൽ ടു ജി പ്ലസ് ഐ എം ആണ്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേ കേട്ടോ, ഇതുമായിട്ട് ബന്ധമില്ല. എന്താണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്, ഈ സ്റ്റാർ ഇട്ട സാധനം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സൈ എന്ന് പറയുന്നത് എന്താ? ജി പ്ലസ് ഐ എം ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സൈ സ്റ്റാർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞില്ലേ, ഐ ഉണ്ടോ നോക്കുക, ഐ ഉണ്ട്. അതിന് മുമ്പിലുള്ള സൈൻ ഏതാ നോക്കുക, പ്ലസ്. അതെന്തായിട്ട് മാറും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സാധനം, അതായത് നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ സൈ സ്റ്റാർ ഇസ് ഈക്വൽ ടു ജി മൈനസ് ഐ എം എന്നാവും. എന്തെടുക്കുമ്പോൾ? കോംപ്ലക്സ്, ഏതൊരു ഫംഗ്ഷൻ്റെയും കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? എ സൈൻ കെ എക്സ് ആണ്. ഇതിൽ എവിടെയെങ്കിലും ഐ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഐ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ സൈ സ്റ്റാർ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടും? എ സൈൻ കെ എക്സ് തന്നെ കിട്ടും. കാരണം ഇവിടെ ഐ എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഐ ഉണ്ടായിരുന്നു എന്നങ്ങ് വിചാരിക്കുക, ഇവിടെ തുടക്കത്തിൽ ഒരു ഐ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഐ എ സൈൻ കെ എക്സ് എന്ന് കിട്ടും. ഇവിടെ ഇപ്പോൾ ഐ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതേ സാധനം തന്നെ കിട്ടും. ഈ രണ്ട് വാല്യൂസും നമ്മളിതാ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. സൈക്ക് പകരം എ സൈൻ കെ എക്സ് ഇട്ട് കൊടുക്കുന്നു. സൈ സ്റ്റാർ ഓഫ് എക്സിന് പകരം എന്തിട്ട് കൊടുക്കുന്നു? എ സൈൻ കെ എക്സ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു എ സൈൻ കെ എക്സ് ഇൻറ്റു എ സൈൻ കെ എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ ഇക്വേഷൻ അതേപോലെ എഴുതി. ഇനി ഇവിടെ നോക്കിയാൽ എ ഉണ്ട്, രണ്ടും കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ഇതിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ. ബാക്കി എന്താ ഉള്ളത്? ഇൻ്റഗ്രൽ 0 ടു എ സൈൻ ഇൻറ്റു സൈൻ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ, കെ എക്സ് അതേപോലെ എഴുതി, ഡി എക്സ് അതേപോലെ എഴുതി, ഈക്വൽ ടു 1. ഈ ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ 0 ടു എ സൈൻ സ്ക്വയർ കെ എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഇൻ്റഗ്രൽ നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എന്താ 1 മൈനസ് കോസ് 2, അതായത് സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് 1 മൈനസ് കോസ് 2 എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി ചെയ്താലോ. അതുപോലെ നിങ്ങൾക്ക് സ്വന്തം ഈ ഇൻ്റഗ്രലിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു 2-3 സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇൻ്റഗ്രൽ സൈൻ കെ എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? കെ ബൈ 2 ആയിരിക്കും. ഇനി ലിമിറ്റ് ഉണ്ടെങ്കിൽ 0 ടു എ ആണെങ്കിൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റും അതേപോലെ എഴുതാം, 0 ടു എ. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു എ സൈൻ സ്ക്വയർ കെ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? കെ ബൈ 2 ആണ്. ലിമിറ്റും കൊടുക്കുക 0 ടു എ. അപ്പം നമുക്ക് കിട്ടി എ സ്ക്വയർ പോലെ വന്നു. ഇത്രയും സാധനത്തിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? കെ ബൈ 2 എന്ന് പറയുന്ന സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലിമിറ്റ് ഉണ്ട് കേട്ടോ, 0 ടു എ ഉണ്ട്. ലിമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യുക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അതായത് മുകളിലുള്ള സാധനം ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പിന്നെ മൈനസ് താഴെയുള്ള സാധനം ചെയ്യുക. അപ്പോൾ എ സ്ക്വയർ അതേപോലെ വന്നു. ഇനി മുകളിലുള്ള സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തിന് പകരം? കെക്ക് പകരം. അപ്പോൾ ഈ കെക്ക് പകരം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? എ ബൈ 2 മൈനസ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ്, അതായത് 0 എന്ന് പറയുന്നത് മൈനസ് കെക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 0 ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ -0 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? നമ്മൾ അപ്ലൈ ചെയ്ത അപ്പർ ലിമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമല്ലോ. എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിന് ആദ്യം എ ബൈ 2 ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2 ബൈ എ എന്ന് കിട്ടും. ഇനി സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ഇക്വേഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ സ്ക്വയർ റൂട്ട് ആവും. എ ഇസ് ഈക്വൽ ടു √2 ബൈ എ എന്ന് കിട്ടും. ഈ ഇക്വേഷൻ നമ്മളുടെ 6ാമത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? അതിൽ എക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? √2 ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് നമ്മളുടെ ഈ ഇക്വേഷൻ, ഇതായിരുന്നു നമ്മളുടെ 6ാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പർ ഇട്ട് വെച്ചതാണെങ്കിൽ ഇതാ ഇവിടെ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ്. ഇതിൽ ഈ എക്ക് പകരം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് കിട്ടിയ എന്ന് പറയുന്നത് എത്രയാണ്? √2 ബൈ എ. അപ്പോൾ ആ √2 ബൈ എ എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സൈൻ കെ എക്സ് എന്ന് കിട്ടും. അപ്പം കെ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ മുകളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കെ എന്ന് പറയുന്നത് എന്നതാ? ഇതാ ഇവിടെ എവിടെയോ കെ ഇതുണ്ടോ? കെ ഇസ് ഈക്വൽ ടു എൻ പൈ ബൈ എ ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു? ഇവിടെ ഈ കെക്ക് പകരം എൻ പൈ ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ സൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2 ബൈ എ സൈൻ എൻ പൈ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഫൈനലായിട്ടുള്ള ഏഗൺ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഏഗൺ ഫംഗ്ഷനിൽ തന്നെ ഇവിടെ ഒരു എൻ ഉണ്ടല്ലോ. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1 2 3 അങ്ങനെ പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഈ എന്നിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? 1 2 3 എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള വാല്യൂസ് ആണ് ഇതാ അവിടെ കിടക്കുന്ന ഈ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഡെറിവേഷൻ ആണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മളൊരു 1 ഡയമെൻഷണൽ ബോക്സ് വരച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻഫിനിറ്റ് ഹൈറ്റുള്ള വാൾസ് ആണെന്ന് പറഞ്ഞു. ഉള്ളിൽ പൊട്ടൻഷ്യൽ
പൊട്ടൻഷ്യൽ 0 ആണ്, രണ്ട് സൈഡിലും ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലാന്ന് പറഞ്ഞു. എന്നിട്ട് ഷ്രോഡിഞ്ചർ എന്നിട്ട് ആദ്യം നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ഇത് എഴുതി. ആ ഫിഗറിൽ നിന്ന് നോക്കിയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ ഈ സാധനം. പിന്നെ വൺ ഡയമെൻഷണൽ ഷ്രോഡിഞ്ചർ ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ എഴുതി. അതിൽ നിന്ന് വിക്ക് 0 ആണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം കിട്ടി, ജനറൽ ഫോർമുല കിട്ടി. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ്, അതായത് x = 0 x = a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത്രയേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൽ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉള്ളൂ അതിൻ്റെ ഉള്ളിലാണെങ്കിലും. ഇതിലാണെങ്കിലും ഈ ഡെറിവേഷനിൽ മൊത്തത്തിലാണെങ്കിലും ചെറിയ സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒരു 2 വട്ടം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 9 മാർക്ക്, ഇത് 9 മാർക്കിൻ്റെ എസ്സേ ആയിരിക്കും, ആ 9 മാർക്ക് ഈസി ആയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്നും മറന്നു പോരുത്, ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. എല്ലാം മര്യാദയ്ക്ക് മനസ്സിലാക്കി 2-3 വട്ടം എഴുതി പഠിച്ചിട്ട് വേണം പോയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് നമുക്ക് നോക്കാം. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആ വേർഡ്സിൽ നിന്ന് തന്നെ നമുക്ക് നോക്കി പഠിച്ചു പോകാം. ക്വാണ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ചെറിയ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ക്വാണ്ടം എന്ന് പറയുന്നത്, ക്വാണ്ടം പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി മെക്കാനിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മോഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയുന്നത്. മോഷൻ അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് സംതിങ്സ്, അതിനെയാണ് മെക്കാനിക്കൽ എന്ന് പറയുന്നത്. ടണലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? എന്തിലെങ്കിലും കൂടെങ്കിലും തുളച്ച് കയറുന്ന പരിപാടി, അതിന് നമ്മൾ പറയുന്ന പേരാണ് ടണലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ച സമയത്ത് കുറേ പ്രേതകഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ടണലിങ്ങുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഭാഗമാണ് നമ്മളുടെ സിനിമയിലേക്കുള്ള യക്ഷികൾ എന്ന് പറയുന്നത്. അതായത് അവർക്കിപ്പോൾ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെങ്കിൽ കഷ്ടപ്പെട്ട് പോയിട്ട് ഡോറൊന്നും തുറന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോകണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മതിലിൻ്റെ അടുത്ത് പോയി നിൽക്കുക, തുളച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എത്തും. അതുപോലെയാണ് നമ്മളുടെ ക്വാണ്ടം വേൾഡിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, ക്വാണ്ടം പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മൾ റിയൽ ലൈഫിലാണെങ്കിൽ ഇപ്പോൾ ഒരു മതിലുണ്ട്, ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറി വരണം, എനിക്ക് ആ വാതിൽ തുറന്നിട്ട് അല്ലാണ്ട് കയറി വരാൻ പറ്റത്തില്ല. അല്ലാണ്ട് എനിക്ക് ആ ഭിത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞൊഴഞ്ഞ് ആ ഭിത്തിൻ്റെ ഉള്ളിൽ കൂടെ തുളച്ച് കയറി അപ്പുറത്തേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. പക്ഷേ അതേ സമയത്ത് ഞാനൊരു പ്രേതമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് കഷ്ടപ്പെട്ട് വാതിലൊന്നും തുറക്കണ്ട, ആ ഭിത്തിൻ്റെ അടുത്ത് വരുന്നു, ടണൽ ചെയ്തിട്ട് അതായത് തുളച്ച് അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുമായിരുന്നു. ഈ റിയൽ ലൈഫിലുള്ള ഞാൻ, അതായത് ക്ലാസ് എടുക്കാൻ വരുന്ന ഞാൻ എന്ന് പറയുന്നത് നമ്മളുടെ സാധാ റിയൽ ലൈഫിലുള്ള ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള പാർട്ടിക്കിൾസാണ്. ഇനി ക്വാണ്ടം മെക്കാനിക്കലിലുള്ള പാർട്ടിക്കിൾസാണ് എങ്ങനെ ബിഹേവ് ചെയ്യുക? നമ്മളുടെ യക്ഷികളെ പോലെ ബിഹേവ് ചെയ്യുക. അതായത് എന്തിൻ്റെങ്കിലും ഒരു അടുത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തുളച്ചപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കുറേ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം നമ്മൾ തുടക്കത്തിൽ ക്ലാസ്സൊക്കെ എടുത്ത സമയത്ത് കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം നമുക്ക് ടണലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന, അതായത് നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടുവരുന്ന ഒരു എക്സാമ്പിളാണ് നമ്മളുടെ സിനിമകളിലൊക്കെയുള്ള പ്രേതങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ പ്രേതത്തിനും അത് പറ്റുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുളച്ച് കയറാൻ പറ്റുന്ന എല്ലാ പ്രേതങ്ങൾക്കും എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ടണലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അവരെന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾസ് പോലെയായിരിക്കും അവരെന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്താ കൺസെപ്റ്റ് എന്നുള്ളത് ബേസിക്കായിട്ട് മനസ്സിലായല്ലോ. ഒരു പാർട്ടിക്കിളിന് തുളച്ചു പോകാനുള്ള ആ ഒരു കഴിവ്, അതിന് പറയുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ പാർട്ടിക്കിൾസ്, അതായത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ ക്യാൻ പാസ് ത്രൂ എ ബാരിയർ ഈവൻ ഇഫ് ഇറ്റ് ഡസൻറ്റ് ഹാവ് ഇനഫ് എനർജി ടു ഗോ ഓവർ ഇറ്റ്. അതായത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് വിചാരിക്കുക. ക്ലാസിക്കൽ മെക്കാനിക്സിലാണെങ്കിൽ ഞാനൊരു പന്തെടുത്തെറിയുന്നു, അപ്പോൾ അവിടെ ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തി എന്ന് പറയുന്നത് ഒരു എനർജി ബാരിയർ ആണ് വിചാരിക്കുക. അതായത് ഇത്ര എനർജി ഉണ്ടെങ്കിലേ, ഈ ഭിത്തി എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ബോളിനോട് പറയും നിൻ്റെ അടുത്ത് ഇത്ര എനർജി ഉണ്ടെങ്കിലേ നിന്നെ ഇതിൻ്റെ അടുത്തേക്ക് കടത്തിവിടത്തുള്ളൂ എന്ന് പറയുന്നു എന്ന് വിചാരിക്കാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ അവർ പാസ് ചോദിക്കത്തില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ, ആ പരിപാടീൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഇത്ര രൂപേൻ്റെ പാസ്, 20 രൂപേൻ്റെ പാസ് ഉണ്ടെങ്കിലേ നിന്നെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക, ഇയാൾ പാസ് എടുക്കാണ്ടാ പോകുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇയാളുടെ അടുത്ത് അത്ര എനർജി ഇല്ലാണ്ടാ പോകുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആടെ തട്ടിയിട്ട് അതേപോലെ തിരിച്ചു വരും. അതാണ് നമ്മളുടെ സാധാ ക്ലാസിക്കൽ പിക്ചർ എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടം പിക്ചറിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചില ആൾക്കാരുണ്ടാവുമല്ലോ, ചില ആൾക്കാർ എന്താ പറയുക, ഈ ടിക്കറ്റ് ഒന്നും എടുത്തില്ലെങ്കിലും ഇതിലേക്കൂടെയെങ്കിലും ഞൊഴഞ്ഞ് കയറി പോകും, എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉടായി പൊപ്പിച്ചിട്ട് ഞൊഴഞ്ഞ് കയറി പോകും. അതുപോലെയാണ് നമ്മളുടെ ക്വാണ്ടം പിക്ചറിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് ഇവരുടെ അടുത്ത് ഈ എന്താ പറയുക, ഈ ഗേറ്റ് കടന്ന് പോകാനുള്ള ടിക്കറ്റ് ഇല്ലയെന്ന് വിചാരിച്ചോ, എന്നാലും അവർക്ക് ഈ ഭിത്തിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ഇപ്പോൾ ഗേറ്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക, ഭിത്തി പുറത്തുണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ ഉള്ളിൽ കൂടെ ഞൊഴഞ്ഞ് കയറിയിട്ട് അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നമ്മളുടെ ക്വാണ്ടം പിക്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒന്നും എഴുതി വെച്ചേക്കരുത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. അതായത് ആ ബാരിയർ ചാടി കിടക്കണം എന്നുള്ള ആവശ്യമില്ല.
നമ്മുടെ ക്ലാസിക്കലിലാണെങ്കിൽ ആ ബാരിയറിൻ്റെ അത്രയും എനർജി ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, നേരെ പോയി തട്ടിയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരും. പക്ഷെ ക്വാണ്ടം പിക്ചറിൽ അത്രയും എനർജി ആവശ്യമുണ്ടെന്ന് ഇല്ല, നിർബന്ധമില്ല. അപ്പം അത്രയും എനർജി ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടണൽ ചെയ്ത് പോകാൻ പറ്റും. അതായത് തുളച്ച് അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്താണെന്ന് ചോദിക്കും. അപ്പം എന്തൊക്കെ എഴുതി വെക്കണം? എ വെരി ടൈനി പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ ക്യാൻ പാസ് ത്രൂ എ ബാരിയർ ഈവൻ ഇഫ് ഇറ്റ് ഡസൻ ഹാവ് ഇനഫ് എനർജി ടു ഗോ ഓവർ ഇറ്റ്. അത്രയും എനർജി ഇല്ലെങ്കിൽ കൂടെ അതിൽ കൂടെ തുളച്ച് കയറി അതിന് പോകാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അതേ എക്സാമ്പിൾസ് തന്നെ, ആ തുടക്കത്തിൽ പറഞ്ഞ ബോൾ പോകുന്നതും ബോൾ ഹിറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിൽ എന്താ, ഈ ബാരിയർ ക്രോസ് ചെയ്യാനുള്ള എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പുറത്തേക്ക് എത്തത്തുള്ളൂ. ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്താക്കാൻ പറ്റും, അവർക്ക് ഇതിൽ കൂടെ നുഴഞ്ഞ്, അതായത് ടണൽ ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്നാണ് പറയുന്നത്. ക്വാണ്ടം ഫിസിക്സിൽ നമ്മൾ പാർട്ടിക്കിൾസിനെ എന്ത് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? വേവ് ഫംഗ്ഷൻസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്വാണ്ടം പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അതിന് പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല ഉള്ളത്, എന്ത് നേച്ചറും കൂടെയുണ്ട്, വേവ് നേച്ചറും കൂടെയുണ്ട്. പാർട്ടിക്കിൾ നേച്ചർ ആണെങ്കിൽ നമ്മൾ ക്ലാസിക്കലിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് തട്ടിയിട്ട് തിരിച്ചു വരും. പക്ഷേ വേവ് നേച്ചറും കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിനുള്ളിലേക്ക് കിടക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കുറച്ച് വലിയ തുണിക്കടയൊക്കെ ഒരു കുറച്ച് വലിയ ഒരു ഷോപ്പിംഗ് മാൾ എന്തെങ്കിലും സങ്കല്പിക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നല്ല ഗ്ലാസ് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ അത്ര നല്ല റോഡൊന്നുമല്ല, കുറച്ച് പൊടിയൊക്കെ പറക്കുന്ന റോഡാണെന്ന് വിചാരിക്കുക. ഈ പൊടിയൊക്കെ എന്തേ സംഭവിക്കുള്ളൂ, ഈ ഗ്ലാസിൻ്റെ അവിടെ വന്ന് തട്ടി അവ അവിടെ വീഴുകയുള്ളൂ. അതാണ് നമ്മളുടെ ക്ലാസിക്കലിലുള്ള കേസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ലൈറ്റ് എന്ന് പറയുന്നത് എന്താ, ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവ് ആണ്. ആ വേവ് എന്ത് സംഭവിക്കും, ഇപ്പോൾ എത്ര വെയിലാണെങ്കിലും ആ വെയിൽ എന്ന് പറയുന്നത് ആ ഗ്ലാസിൻ്റെ അപ്പുറത്തേക്കും കൂടെ എത്തൂലോ. അതേ കേസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സിൽ നമ്മൾ പാർട്ടിക്കിൾസിനെ എന്തായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വേവ് ഫംഗ്ഷൻസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം വെൻ ദിസ് വേവ് ഹിറ്റ്സ് ബാരിയർ പാർട്ട് ഓഫ് ഇറ്റ് ക്യാൻ ബി സ്റ്റിൽ ലീക്ക് ത്രൂ ഇറ്റ്. അതായത് നമ്മളെ ലൈറ്റ് വന്ന പോലെ ആ ബാരിയർ ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് അതിനെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ദിസ് മീൻസ് ദർ ഈസ് എ ചാൻസ്, ദാറ്റ് മീൻസ് ദർ ഈസ് എ ചാൻസ് ദ പാർട്ടിക്കിൾ ഗെറ്റ് ടു ദ അനദർ സൈഡ്. അത് തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. ദിസ് ഈസ് കോൾഡ് ടണലിംഗ്. ഇനി നമ്മൾ റിയൽ ലൈഫിൽ എവിടെയൊക്കെയാണ് ടണലിംഗ് കാണുന്നത് എന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിൽ ആറ്റംസിനെ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ടണലിംഗ് മൈക്രോസ്കോപ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രോണിക് ഡിവൈസസിൽ കാണാറുണ്ട് ടണലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ന്യൂക്ലിയർ ഡീക്കേയിലൊക്കെ ഉണ്ട്. ഇനി എന്താ പറയുക, ഇത് ലാസ്റ്റുള്ള ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്യൂഷൻ ഇൻ സ്റ്റാർസ്, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിലുണ്ട്, ടണൽ ഡയോഡ്സ് ആൻഡ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിലുണ്ട്, സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ആൽഫ ഡി കെ ന്യൂക്ലിയർ ഡീക്കേസ് നടക്കുമ്പോൾ അവിടേക്ക് ഈ ടണലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കലുണ്ട്. ഇത്രയും കാര്യം ഒന്ന് ആലോചിക്കുക. ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ടണലിംഗ് എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസിക്കലിലുള്ള കേസും ക്വാണ്ടം മെക്കാനിക്കലിലുള്ള കേസും വരച്ചു നോക്കുക. അതായത് ഈ ക്ലാസിക്കൽ പിക്ചറും ക്വാണ്ടം പിക്ചറും വരച്ചു നോക്കുക. എന്നിട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്നുള്ള കാര്യം കൂടി ഒന്ന് എഴുതി വെക്കുക.